ശ്രീ പി കെ ജലീൽ, ഇന്ന് മമതാ ബാനർജി പറയുകയുണ്ടായി ബംഗാളിൽ ഈ നിയമം നടപ്പിലാക്കുകയില്ല എന്ന്. ഇപ്പോൾ ശരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും പറയാതെ പറയുന്നത് അത് തന്നെയല്ലേ? വഖഫ് നിയമം മുനമ്പമാണല്ലോ കേരളത്തിൽ ഈ വഖഫുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ഏറ്റവും വലിയ വിഷയം. അപ്പോൾ അത് പരിഹരിക്കാൻ വഖഫ് നിയമം പര്യാപ്തമല്ല എന്ന് പറയുമ്പോൾ ഇവിടെ നടപ്പിലാക്കുകയില്ല എന്ന് പറയാതെ പറയുകയല്ലേ ചെയ്യുന്നത് ശ്രീ പി കെ ജലീൽ? അല്ല, അത് മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിന്റെ പാർട്ടിയോടും പറഞ്ഞതിനെ കുറിച്ച് വിശദീകരണം ചോദിക്കണം. ഞാൻ ആദ്യം അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയ ആരോപണം, ഇത് കിരാത നിയമം, ഈ നിയമം ഇന്ത്യയിൽ വഖഫ് ഭൂമികൾ പിടിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നിയമം എന്നെല്ലാം ആണ് സ്ഥിരമായി ആക്ഷേപിക്കുന്നത്. ഇപ്പൊ ഇവിടെയും ആക്ഷേപിച്ചത്. വസ്തുത എന്താണ്? 2013 സെക്ഷൻ 40 കുറിച്ചാണ് ഈ പറയുന്നത്. 2013 1954 തൊട്ടേ ഈ ഇതുപോലെ സമാനമായ സെക്ഷൻ ഉണ്ടായിരുന്നു, നിയമമുണ്ട്. പ്രിന്റ് പറയുന്നത് 2013 സെക്ഷൻ 40 2013 വരുന്നത്. അല്ല, അതിനു മുമ്പുണ്ട്. 54 വന്നു. പക്ഷേ അതിന്റെ ഈ സെക്ഷന്റെ നമ്പർ മാറ്റമായിരുന്നു. പക്ഷെ അന്ന് സിവിൽ കോടതി പോയായിരുന്നു, ഇത്രയും രൂക്ഷമായിരുന്നില്ല. 95 ശേഷമാണ് ഈ സിവിൽ കോടതി മാറിയപ്പോഴാണ് പ്രശ്നമായത്. ഞാൻ പറയാം ഇത് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ആ നിയമം ഉപയോഗിച്ച് നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിച്ചുപിടിക്കാൻ ശക്തമല്ലാത്തതുകൊണ്ട് 2013 അമെന്റ്മെന്റിലാണ് വളരെ ശക്തമായ നിയമമായത്. 95 സാർ, 2013 95 ശേഷം 2013 ആകട്ടെ. ഈ 95 2013 അമെന്റ്മെന്റുകളാണ് കിരാതമായ ഒരു വഖഫ് നിയമമാക്കി മാറ്റിയത് എന്നാണ് സ്ഥിരമായി നിങ്ങൾ ആക്ഷേപിക്കുന്നത്. ആരാണ് ഈ 2013 അമെന്റ്മെന്റ് കൊണ്ടുവന്നത്? 2013 ഇന്ത്യ ഭരിക്കുന്നത് മൻമോഹൻ സിംഗ് ആണ്. ആ അമെന്റ്മെന്റിന് ആധാരം അതിനു മുമ്പ് 2008 റഹ്മാൻ ഖാന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച് JPC ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അമെന്റ്മെന്റ് വരുന്നത്. ആ JPCയിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ രാജ്യസഭയിലെ 9 അംഗങ്ങളിൽ 2 പേർ BJPക്കാരായിരുന്നു. 14 ലോക്സഭയിലെ അംഗങ്ങളിൽ 4 പേർ, പ്രഹ്ലാദ് ജോഷി അടക്കമുള്ള 4 പേർ, അങ്ങനെ 6 പേർ ആ JPCയിൽ ഉണ്ടായിരുന്നു. അവർ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചുണ്ടാക്കിയ ഒരു റിപ്പോർട്ട് അതിനുശേഷം 2013 അത് പാർലമെന്റിൽ വെച്ച് നിയമമാകുന്നു. മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ 2013 കോൺഗ്രസിന്റെ UPAക്ക് സ്വന്തമായി ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിനില്ല, UPAക്കില്ല. 262 സീറ്റ് മാത്രമേ ഉള്ളൂ. മൂന്നാം മുന്നണിയായി മത്സരിച്ച LDFന്റെ പിന്തുണയോടെയാണ് അന്ന് സർക്കാർ അത് ഉണ്ടാക്കിയത്. ഇവിടെ ശക്തമായ ഒരു പ്രതിപക്ഷം, 167 സീറ്റുമായി ശക്തമായ ഒരു പ്രതിപക്ഷം BJP ഉണ്ടായിരുന്നു. വാജ്പേയിയും അദ്വാനിയും അതുപോലെ ഉയർന്ന നേതാക്കൾ, എന്തിനൽപ്പം തീവ്ര സ്വഭാവമുണ്ടെന്ന് നമ്മൾ കാണുന്ന യോഗി ആദിത്യനാഥിനെ പോലെ, ഉമാഭാരതിയെ പോലുള്ളവരും ആ പാർലമെന്റിൽ ഉണ്ടായിരുന്നു. 2013 എന്ന് പറഞ്ഞാൽ 10-12 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. ഒരു 10-20 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കൃത്യമായി ഓർമ്മിക്കാവുന്ന കാലം. ആ സമയത്ത് ഇന്ത്യയിൽ വർഗീയ രാഷ്ട്രീയത്തിന്റെ, വിഭജന രാഷ്ട്രീയത്തിന്റെ പരീക്ഷണത്തിന്റെ നാളുകളാണ്. BJP അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്ന നാള്. അവിടെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തിനോ മറ്റു സമുദായങ്ങൾക്കോ ദ്രോഹകരമായ അവരുടെ വസ്തുക്കൾ പിടിച്ചെടുക്കുന്ന, മുസ്ലിങ്ങൾക്ക് പീഡനം നൽകിക്കൊണ്ട് അമിതാധികാരം നൽകുന്ന ഒരു ബില്ല് വന്നിരുന്നുവെങ്കിൽ പാർലമെന്റിന്റെ അകത്തും പുറത്തും BJP ഇതിനെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് വരികയും പ്രക്ഷോഭം നടത്തുകയും ചെയ്യുമായിരുന്നില്ലേ? കേരളത്തിൽ ഇപ്പോ ഈ അമെന്റ്മെന്റ് ബില്ല് വന്നപ്പോ ഇവിടെ വഖഫ് ചർച്ചയായതുപോലെ അന്ന് ഇങ്ങനൊരു ചർച്ചയോ ഇങ്ങനൊരു സംഭവം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? BJP അടക്കമുള്ളവർ അനുകൂലിച്ച്, അതായത് മുസ്ലിങ്ങൾക്ക് അവരുടെ, മറ്റു മതക്കാർക്ക് അവരുടെ മതധർമ്മ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാൻ ഉള്ള നിലവിലുള്ള നിയമം പോലെ മുസ്ലിങ്ങൾക്ക് അവരുടെ മതധർമ്മ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമം എന്ന നിലയിൽ വാജ്പേയിയും അദ്വാനിയും ആ നിയമത്തെ കണ്ടത്. എന്നാൽ ഇന്ന് ഒരു ചെറിയ സംഭവം പോലും വിഭജന രാഷ്ട്രീയത്തിന്റെ കാരണമാക്കിയെടുത്തുകൊണ്ട് ഇവിടെ ഒരു സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി ചർച്ചകൾ സംഘടിപ്പിച്ച് ഭൂരിപക്ഷ സമുദായത്തിലെ പ്രകോപിപ്പിച്ച് വോട്ട് ബാങ്കാക്കി മാറ്റാനുള്ള BJPയുടെ നിരന്തരമായ ശ്രമത്തിന്റെ ഒരു പടി കൂടിയുള്ള കടന്ന ഒരായുധം മാത്രമാണ് ഈ ഭേദഗതി ബില്ലും നിങ്ങളുടെ ആക്ഷേപവും എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ 2013 നിങ്ങൾ പറയണം അവിടെ വാജ്പേയിയും അദ്വാനിയും ഈ കിരാത നിയമത്തിന് അനുകൂലമായി നിങ്ങൾക്കെതിരായി നിലപാട് സ്വീകരിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്. അല്ല, പിന്നെ നിങ്ങൾ ഇവിടെ പറഞ്ഞ വിഷയങ്ങൾ, ഇവിടെ പറഞ്ഞത് മുനമ്പം ഭൂമി സംബന്ധിച്ച് ഞാൻ ആദ്യമേ ചർച്ച കൃത്യമായി കേട്ടില്ലെങ്കിലും, പക്ഷെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി മുനമ്പത്തെ ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോൾ അമെൻഡ് ചെയ്തിരിക്കുന്ന വഖഫ് നിയമത്തിന് ശക്തിയില്ല എന്നാണ്. അതിലെ ഏത് വകുപ്പ് ചൂണ്ടിക്കാണിക്കും എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്.
അതായത് ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചിട്ടുണ്ടല്ലോ, ആ ജുഡീഷ്യൽ കമ്മീഷൻ ഒരു പരിശോധന നടത്തി തീരുമാനം വരട്ടെ. അത് മാത്രമാണ് സർക്കാരിന്റെ മുന്നിലുള്ള ഒരു പിടിവള്ളിയായിട്ടുള്ള കാര്യം. നിലവിലെ വഖഫ് നിയമം, ഇപ്പോൾ അമെൻഡ് ചെയ്തിരിക്കുന്ന വഖഫ് നിയമം, അത് ഉപയോഗിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ BJP അങ്ങനെയല്ല പറയുന്നത്. BJP പറയുന്നത് അടുത്ത ദിവസം തന്നെ റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. കത്തോലിക്ക സഭയും ആ നിലപാടാണ് എടുത്തിരിക്കുന്നത്. മുനമ്പം ജനത അത് വിശ്വസിച്ചിരിക്കുകയുമാണ്. അത് അവരുടെ രാഷ്ട്രീയമാണ്. കാരണം അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് അവർക്ക് ഉറപ്പുള്ളപ്പോ മറ്റുള്ളവരുടെ തലയിൽ വെച്ചുകൊണ്ട് അവരാണ് കുറ്റവാളി എന്ന് പറയാനുള്ള അവസരത്തിന് വേണ്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ, 2A വകുപ്പ് ആണ് കൊണ്ടുവന്നത്. ഇവിടെ പറഞ്ഞല്ലോ മുനമ്പൻ ജനതയ്ക്ക് വേണ്ടിയാണ് ഈ ഇത് കൊണ്ടുവന്നത്. ആദ്യമേ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. JPC കമ്മിറ്റി അമെന്റ്മെന്റ് ആയി വീണ്ടും കൊണ്ടുവന്നതാണ് എന്ന്. JPCയുടെ റിപ്പോർട്ട് 900 ഏറെ പേജുള്ള റിപ്പോർട്ട് അവൈലബിൾ ആണല്ലോ പാർലമെന്റിൽ വെച്ചത്. അതെടുത്ത് വായിച്ചു നോക്കണം. അതിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ബോറ, അഗാഖാനി, ഷിയയുടെ ഉപവിഭാഗമായ ചെറിയ വിഭാഗം, അവർക്ക് വേണ്ടി മഹാരാഷ്ട്ര വഖഫ് ബോർഡും മറ്റുള്ളവരും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ നിയമം കൊണ്ടുവരുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ എങ്ങും ഇവിടെ മുനമ്പം എന്നൊരു വാക്കേ ഉച്ചരിച്ചിട്ടില്ല. കേട്ടിട്ടില്ല സാർ. മുനമ്പത്തെ കുറിച്ച് കൃത്യമായ ചർച്ചയിൽ പങ്കെടുക്കുന്നത് വിശ്വാസത്തിലെങ്കിൽ 15-ാം തീയതി കിരൺ റിജിജു മുനമ്പത്ത് വരുന്നുണ്ട്. പറഞ്ഞു പിന്തു 112 അത് മുതൽ 16-17 പേജ് അതിനകത്താണ് ഈ ഭാഗം വരുന്നത്. അവിടെ എങ്ങും മുനമ്പം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പ്രിന്റ് എടുത്ത് വായിച്ചു നോക്കണം, അല്ലെങ്കിൽ ഇന്ന പേജിലുണ്ടെന്ന് പറഞ്ഞു ഞാൻ അംഗീകരിക്കാം. അങ്ങനെ ഒരു സ്ഥാനം ഈ 900 പേജുള്ള റിപ്പോർട്ടിൽ എങ്ങും പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ പാർലമെന്റിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ഞങ്ങളാണ് രക്ഷകരുന്നത്, അതല്ല പറഞ്ഞ ഈ റിപ്പോർട്ടിലില്ല. ഇത് വളരെ വ്യക്തമായി അതിന്റെ ഇന്റൻഷൻ എന്താണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആഗാഖാനി, ബോറ അത് വീണ്ടും അമെന്റ് ചെയ്തിട്ടുണ്ട്. 3AA ആഗാഖാനിയെ നിർവഹിച്ചിട്ടുണ്ട്. ആഗാഖാനി ആയ വഖഫ് ചെയ്താലാണ് ആഗാഖാനിയുടെ വഖഫ് സ്വത്താകുന്നത്. പക്ഷേ 2A വരുന്നത് ജനറലൈസ് ചെയ്തിട്ടുമുണ്ട്. എല്ലാ വഖഫ് ബോർഡുകൾക്കും ബാധകമാണ് എന്ന രീതിയിൽ തന്നെയാണല്ലോ എല്ലാ വിഭാഗത്തിലും. അത് ആഗാഖാനികൾക്കും അതുപോലെ തന്നെ ബോറകൾക്കും മാത്രമല്ല മുഴുവൻ പേർക്കുമുള്ള രീതിയിലാണ് ജനറൽ ആയിട്ടാണ് 2A വന്നത്. പക്ഷെ താങ്കൾ പറഞ്ഞത് ശരിയാണ്. JPC അവിടെ വിലയിരുത്തിയത് ഈ 2 വിഭാഗങ്ങളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. പക്ഷേ 2A വ്യവസ്ഥ അതിൽ ഉൾപ്പെടുത്തിയ സമയത്ത് അത് ജനറലൈസ് ചെയ്താണ് വന്നിരിക്കുന്നത്. ആണ്. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ആഗാഖാനിയും ബോറയും വളരെ ചെറിയ ന്യൂനപക്ഷ സമൂഹമാണ്. അവരുടെ കാര്യങ്ങൾ, അവരുടെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഷിയ വഖഫുമായി ബന്ധപ്പെട്ട നിയമങ്ങളുമായി ബന്ധപ്പെട്ടാണ് തീരുമാനിക്കുന്നത്. അത് അവർക്ക് അംഗീകരിക്കാൻ പണ്ട് മുതലേ കഴിയില്ലാത്തതുകൊണ്ട് അവര് സൊസൈറ്റീസ് ആക്ട് പ്രകാരവും ട്രസ്റ്റ് ആക്ട് പ്രകാരവും അവർ സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്താണ് ഈ രാജ്യത്ത് അവർ പ്രവർത്തിച്ചു വരുന്നത്. അവരെ ഈ നിയമത്തിന്റെ പരിധിയിൽപ്പെടില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. പക്ഷെ അത് അല്ലല്ല, പക്ഷെ 2A അത് പറയുന്നില്ല, അവര് മാത്രമാണെന്ന് പറയുന്നില്ല സാർ. അല്ല, ഞങ്ങളത് വായിച്ചതാണ്, JPC റിപ്പോർട്ട് വായിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ അത് അല്ലല്ല, അവസാനം അത് JPCയുടെ റെക്കമെൻഡേഷൻ ആയിട്ട് വന്നപ്പോൾ ജനറലൈസ് ചെയ്ത് പറയുകയും ചെയ്തു. അത് മാത്രമല്ല അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർക്കുകയായിരുന്നുവല്ലോ ചെയ്തിരുന്നത്. അതുകൊണ്ടാണല്ലോ ബോൾഡ് അണ്ടർലൈൻ ചെയ്ത് തന്നെ ഈ വഖഫ് അമെന്റ്മെന്റ് ബില്ലിൽ വന്നത്, രണ്ടാമത് വന്നത്. അതിൽ ഒരിടത്തും ആഗാഖാനികളിൽ നിന്നും ബോറകളിൽ നിന്നും എഴുതിയിട്ടില്ല. അവർക്ക് മാത്രം കൊടുത്ത ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റിക്ക് എന്തുകൊണ്ടാന്ന് ഞാൻ പറയാം. ഇവിടെ ഈ വഖഫിന് സമാനമായി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഈ ട്രസ്റ്റുകൾക്ക് ആ സമാനമായ ഭൂമികൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഫറൂഖ് കോളേജ് ഇവിടെ ഒരിക്കലും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല അത് ഒരു വഖഫാണ് എന്ന് പറഞ്ഞല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഫറൂഖ് കോളേജ് സൊസൈറ്റിയാണ്. സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണ്. ആ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഫറൂഖ് കോളേജിന്റെ ആസ്തികൾ, കോളേജ് ഇരിക്കുന്ന സ്ഥലം, കോളേജ് കെട്ടിടം, മറ്റ് കാര്യങ്ങൾ അതൊന്നും വഖഫാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതെല്ലാം ഈ ട്രസ്റ്റ് ആക്ട് പ്രകാരം, ട്രസ്റ്റ് നിയമപ്രകാരം കൈകാര്യം ചെയ്തു വരുന്ന സ്ഥാപനങ്ങളും സ്ഥലങ്ങളും മാത്രമാണ്. ഈ പർട്ടിക്കുലർ സ്ഥലം ഇത് വഖഫാണ്, വഖഫ് ചെയ്താണ് കൊടുക്കുന്നത്. അവിടെ ഫറൂഖ് ഈ ആക്ടിൽ പറയുന്ന പോലെ ഈ ട്രസ്റ്റിന്റെ സ്ഥലം, ട്രസ്റ്റിന് കൊടുത്ത സ്ഥലം അങ്ങനെയല്ല. ഈ ട്രസ്റ്റിനല്ല സ്ഥലം കൊടുത്തിരിക്കുന്നത്. ഇത് വഖഫ് എന്ന് പറഞ്ഞാൽ ഓൾമൈറ്റി ഗോഡിനാണ്. അതിന്റെ മാനേജർ അഥവാ മുത്തവല്ലി മാത്രമാണ് ഫറൂഖ് കോളേജ്. ഇത് ട്രസ്റ്റിന്റെ സ്ഥലമാണ്, അതുകൊണ്ട് നിയമം ബാധിക്കും. താങ്കൾ ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് രാജ്യസഭയിലും ലോക്സഭയിലും
ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി നടത്തിയ പ്രസ്താവന താങ്കൾ കേട്ട് കാണുമല്ലോ. അതിൽ ഇതിന്റെ കുറിച്ച് ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമിത്ഷാ പാർലമെന്റിൽ സംസാരിച്ച സമയത്തും അദ്ദേഹം പറഞ്ഞു ട്രസ്റ്റ് വഴിയോ സൊസൈറ്റികൾ വഴിയോ ഒക്കെയാണ് വഖഫ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ, പക്ഷേ അത് ഈ വഖഫ് നിയമത്തിന്റെ പരിധിയിൽ ഉണ്ടാവുകയില്ല, അതിന് വെളിയിലായിരിക്കും, അതിന് പ്രത്യേക മാനേജ്മെന്റ് ആയിരിക്കും, അത് വഖഫ് നിയമവുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവുകയില്ല എന്നാണ്. വഖഫ് ബോർഡിനോ വഖഫ് കൗൺസിലിനോ ഒന്നും അതിലൊരു അധികാരവും ഉണ്ടായിരിക്കുകയില്ല എന്നാണ്. അത് വെച്ചുകൊണ്ടാണ് ഈ 2A ഇവിടെ വ്യാഖ്യാനം ചെയ്യുന്നത്. അതായത് ഇത് ട്രസ്റ്റുകളോ സൊസൈറ്റികളോ ആണ്, അത് വഖഫായി കൺസിഡർ ചെയ്യാൻ പറ്റുകയില്ല. ആയിക്കോട്ടെ, ഇനി ചെയ്യുന്ന സ്ഥലങ്ങൾക്കല്ലേ? അവിടെയാണ് തർക്കമുള്ളത്. നമ്മൾ വിചാരിക്കേണ്ടത് ഈ ബോറയുടെയും വഖഫിന്റെയും എല്ലാം വെളിയിൽ പോയിട്ടില്ല. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം വഖഫ് ബോർഡുകളും ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. വഖഫ് ബോർഡ് വേണമെങ്കിലും ഉണ്ടാക്കാം. അതായത് യഥാർത്ഥത്തിലുള്ള വഖഫായിട്ട് മുത്തവല്ലി ഏൽപ്പിച്ച ഈ വഖഫുകളൊക്കെ വഖഫ് ആക്ടിന്റെ അകത്തും അല്ലാതെ ട്രസ്റ്റോ അല്ലെങ്കിൽ സൊസൈറ്റിക്കോ കൊടുത്തതൊക്കെ വഖഫ് ആക്ടിന്റെ വെളിയിലുമായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല, ജലീൽ പറയുന്നത് ഇനി അങ്ങോട്ടുള്ളത് എന്നുള്ള അല്ലല്ല, ബിഫോർ ഓർ ആഫ്റ്റർ ദ കമൻസ്മെന്റ് എന്നുള്ള സാറ് കൃത്യമായിട്ട് അറിയാം. സാർ ഇവിടെ മനഃപൂർവ്വം പറയുന്ന സാർ അത് കണ്ണടയ്ക്കുകയല്ലേ ചെയ്യുന്നത് ജലീൽ സാർ. അല്ല, സൊസൈറ്റിയുടെ കീഴിൽ വരുന്ന സ്ഥലം ശരിയാണ്. മറിച്ച് ഇത് സൊസൈറ്റിയെ മുത്തവല്ലിയായി നിശ്ചയിക്കുമ്പോൾ 950 നിശ്ചയിക്കുമ്പോഴും നിശ്ചയിച്ചില്ലല്ലോ, ഒരു പ്രമാണത്തിലും എഴുതിയിട്ടില്ല മുത്തവല്ലിയാണ്. മുത്തവല്ലി കോളേജ് മുത്തവല്ലിയാണെന്ന് പറഞ്ഞിട്ടില്ല സാർ, ഒറ്റ രേഖയിലും പറഞ്ഞിട്ടില്ല. ഇത് നടത്തുന്നതിന് വേണ്ടി ഏൽപ്പിക്കുന്ന ആളാണ്. അതല്ലല്ല, നടത്തുന്ന വ്യക്തിയായിരിക്കണം. മുസ്ലിം നിയമപ്രകാരം വ്യക്തിയായിരിക്കണം മുത്തവല്ലി. ഇങ്ങോട്ടെ സംഘടനയാകുമ്പോൾ സംഘടനയുടെ റൂൾസ് അനുസരിച്ച് ഡീൽ ചെയ്യാൻ പറ്റും. പറഞ്ഞുതരാം. ഇപ്പൊ നിലവിൽ വ്യക്തി മുത്തവല്ലിയായിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ പള്ളി, മറ്റു സ്ഥാപനങ്ങൾക്ക് കമ്മിറ്റിയാണ്, പൊതുജനം തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയാണ് മുത്തവല്ലി ഇഷ്യൂ കൈകാര്യം ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയാണ്. പിന്നെ ട്രസ്റ്റ്, അതുപോലെ സൊസൈറ്റി, ഇത് ഏതും മുത്തവല്ലിയായിട്ട് പ്രവർത്തിക്കാം. കൊണ്ടുവന്നില്ലേ നമ്മുടെ സാഹചര്യം അനുസരിച്ച് കൊണ്ടുവന്നില്ലേ? ഇനിഷ്യൽ മുസ്ലിം മതത്തിന്റെ അടിയിലുള്ള നിയമപ്രകാരം ഒരു വ്യക്തിയായിരിക്കണം മുത്തവല്ലി, ഒരു സംഘടന. കാരണം ഈ വാക്കിഫ് പറയുന്നത് പോലെ തന്നെ ആ വ്യക്തി പ്രവർത്തിക്കണം. ഒരു സംഘടനയാകുമ്പോൾ അതില് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് മുത്തവല്ലി ഹാസ് ടു ബി നമ്മുടെ നാട്ടിൽ നിലവിലുള്ള നിയമപ്രകാരം. അതാണ് സാർ നമ്മുടെ നാട്ടിൽ ഇതിന്റെ അകത്ത് ഒന്ന് ബൈ ഹെറിഡിറ്ററി വ്യക്തിയാണെങ്കിൽ എന്റെ പിന്തുടർച്ചാവകാശം, ഞാൻ മരിച്ച എന്റെ മക്കൾ അങ്ങനെ പിന്തുടർച്ചാവകാശം വ്യക്തികൾ. അതല്ലാതെ ബൈ എലക്ഷൻ അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ ഉള്ള സംവിധാനം, അവിടെ കമ്മിറ്റി, പുതിയ കമ്മിറ്റി നമ്മുടെ നാട്ടിലുള്ളതല്ലേ ഇത്? നമ്മുടെ നാട്ടിലുള്ളത് മുസ്ലിം നിയമപ്രകാരം വ്യക്തി തന്നെ ആയിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2013 വരെ വഖഫ് ബോർഡിന്റെ അനുമതിയോടെ സ്ഥലം വിൽക്കാമായിരുന്നു. മുത്തവല്ലിക്ക് അത് ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്യണമെങ്കിൽ, മുത്തവല്ലി ചെയ്യണമെങ്കിൽ ആ പള്ളി കമ്മിറ്റിയാണ് മുത്തവല്ലിയെങ്കിൽ കമ്മിറ്റി കൂടി മിനിറ്റ്സ് ഹാജരാക്കി അവര് ഇവിടുത്തെ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? അത് ഇവിടുത്തെ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ഇസ്ലാമിക് നിയമപ്രകാരം മുത്തവല്ലി ഹാസ് ടു ബി എ പേഴ്സൺ, നോട്ട് എ കമ്മിറ്റി. സാർ അതിന് മറുപടി പറയാമോ? നോട്ട് എ കമ്മിറ്റി സാർ, സാറിന് അറിയാം. സാർ ഇവിടെ അങ്ങനെ പറഞ്ഞേ പറ്റുമോ? സാറിന്റെ ഗതികേട്. ജലീൽ സാർ പറയുന്നത് നിലവിലെ ഇപ്പോൾ അമെന്റ് ചെയ്തിരിക്കുന്ന നിയമപ്രകാരം ഒന്നും നടക്കുകയില്ല എന്നാണല്ലോ അല്ലെ? ചെയ്തതിന് ശേഷം അത് മാറ്റിയിട്ടില്ല. സ്റ്റാലിൻ ദേവൻ, നിങ്ങൾ താമസിക്കുന്ന മുസ്ലിങ്ങളുള്ള പ്രദേശമാണെങ്കിൽ ഇവിടെ നമ്മുടെ ഈ പ്രദേശത്ത് അന്വേഷിച്ചാൽ മതി അവിടുത്തെ പള്ളിയെ ഭരിക്കുന്ന ആരാന്ന്, മുത്തവല്ലി ആരാന്ന്. ഒരിക്കലും ഒരു വ്യക്തി അതിനുള്ള രേഖകൾ എനിക്ക് ഗൂഗിളിൽ കിട്ടും സാർ. എനിക്ക് അവിടെ പോയി ചോദിക്കേണ്ട ആവശ്യമില്ല, ഗതികേടില്ല. ഒരു സംശയം അല്ല ശ്രീ PK ജലീൽ, ഇപ്പോൾ അല്ലല്ല നിലവിൽ ഈ വഖഫ് നിയമം അമെന്റ് ചെയ്തുവല്ലോ. ഇങ്ങനെ അമെന്റ് ചെയ്തു വന്നിട്ടും മുനമ്പത്തെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇത് ഉതകുന്നതല്ല. ഈ ഒരു നിലപാടാണല്ലോ താങ്കൾക്കുള്ളത്. അല്ലാതെ ഏതെങ്കിലും വ്യവസ്ഥ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനല്ല. അവരെ നിങ്ങളൊക്കെ കൂടി വഞ്ചിക്കാൻ പാടില്ല. അവിടെ BJP ഒരു രാഷ്ട്രീയ നാടകം കളിച്ചുകൊണ്ട് ഇതൊക്കെ തീർന്നു എന്ന് പറഞ്ഞാൽ നിയമപരമായി അവർക്ക് അവകാശപ്പെട്ടത് അവരെ ഒരിക്കലും ഇറക്കി അവരുടെ അവകാശങ്ങൾ നിഷേധിക്കണം എന്ന നിലപാട് ഞങ്ങൾക്ക് ആർക്കുമില്ല. രണ്ട് കാര്യങ്ങളും പറയാൻ പറ്റില്ല. അല്ല, ഈ അമെന്റ് ചെയ്ത നിയമത്തിനും അവരെ രക്ഷിക്കാൻ പറ്റില്ല എങ്കിൽ പിന്നെ അവർക്ക് എങ്ങനെയാണ് റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ച് കിട്ടുക? അത് കിട്ടില്ലല്ലോ. അത് രാജ്യത്തിന് മുമ്പ് അമെന്റ് ചെയ്യുന്നതിന് മുമ്പുള്ള നിയമം അനുസരിച്ച് കഴിയാതെ പോയതുപോലെ പുതിയ അമെന്റ്മെന്റ് അവർക്ക് വേണ്ടി അല്ലാത്തത് കൊണ്ട് അത് കഴിയുന്നില്ല. നിലവിലുള്ള നിയമപ്രകാരം അവർക്ക് ഗുണം ഇല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അമെന്റ് ചെയ്ത നിയമപ്രകാരം ഗുണമില്ലെങ്കിൽ അതിനർത്ഥം ആ ചെയ്തവരുടെ ദോഷം അല്ലെങ്കിൽ നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുന്ന ഒരു സ്ഥലത്ത് അവർ
താമസിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് അത് പരിഹരിക്കാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്. അത് ഭരണകൂടം അതിന് നടപടിയെടുക്കണം. സാർ ഉദ്ദേശിക്കുന്ന പകരം വസ്തു തരണമെന്നായിരിക്കും എന്തായാലും അല്ലേ? അത് പറ്റൂല സാർ, എന്തായാലും കാരണം പരിഹാരം ആയിപ്പോയി. പരിഹാരം ഇല്ല. അപ്പൊ ഇപ്പോഴത്തെ പരിഹാരം രാഷ്ട്രീയ ആയില്ല. പാർട്ടികളുടെ ഈ അത് ഉദ്ദേശ്യം എന്ന് അവർ പറയുന്നത് വഞ്ചിക്കുന്നതാണ്. പരിഹാരമില്ലാത്ത ഒരു ആ അവസ്ഥ ഉണ്ടാക്കിയെടുത്തിട്ട് നിങ്ങൾ ഒരു വോട്ട് കോംപ്രമൈസ് ചെയ്തിട്ട് ഫോർമുലയിൽ 10-500 ഏക്കർ വഞ്ചിക്കുന്നതാണ്. വഖഫ് ബോർഡിന് കൊടുക്കാം എന്നുള്ളൊരു ധാരണയായിരിക്കും. അതുകൊണ്ടാണ് ശക്തമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇതൊരു വഖഫ് ആണ് എന്ന് പറയുന്നത്, ഞങ്ങൾ അത്തരം ഈ നിയമ സാഹചര്യം ഭേദഗതിയുടെ പോയിട്ടില്ല. ഒന്നും കിട്ടില്ല എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് ഒറ്റ ഞങ്ങൾ പരിഹാരമുള്ളൂ. നമ്മൾ അത്തരം തർക്കിച്ചിട്ടും സാധനങ്ങൾ ബഹളം കൂട്ടിയിട്ടും ഒന്നും ഒരു കാര്യമില്ല. സർക്കാർ ഇത് നിഷേധിക്കുകയാണെങ്കിൽ മുനമ്പംകാർ ഹൈക്കോടതിയിൽ പോവും. ഹൈക്കോടതി അതിന് ഈ സർക്കാർ സെക്ഷൻ വിചാരിക്കുന്ന 2A നിയമം നിങ്ങൾക്ക് അപഗ്രഥിച്ചിട്ട് ഒരു വിധി പറയും. നിങ്ങൾക്ക് അതോടെ സർക്കാർ എല്ലാം നിഷേധിച്ചാലും നിയമപരമായ അവകാശം നിലനിൽക്കൂലേ? എങ്ങനെ സാർ? സർക്കാർ എന്ന് മാത്രം പറയുന്നത് എന്തിനാ? എന്താ സർക്കാർ തീരുമാനിക്കട്ടെ, അതിന്റെ വക്കാലത്തൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ നിങ്ങളത് സർക്കാരാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പോഴും ആ പാവങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അത് മുനമ്പംകാർക്ക് അറിയാം ഞാൻ അവരെ വഞ്ചിക്കുകയാണോ രക്ഷിക്കുകയാണോ എന്നുള്ള മുനമ്പംകാർക്ക് കൃത്യമായിട്ട് അറിയാം. സാറ് പറയേണ്ട ആവശ്യമില്ല. സാർ മുനമ്പത്ത് ആരെങ്കിലും ടെലിഫോൺ ചെയ്ത് ചോദിച്ചാൽ നോക്കിയാൽ മതി, അവർക്ക് എന്നിലുള്ള വിശ്വാസം. മുനമ്പത്തെ ജനങ്ങൾക്ക് ആക്ഷേപമില്ലല്ലോ, നിങ്ങൾക്കല്ലേ? കുറച്ചു കാലത്തേക്ക് നമുക്ക് ആരെയും പറ്റിക്കാൻ പറ്റും, എല്ലാ കാലവും പറ്റിക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിയണം. അത് വരും. അല്ല, ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് ശ്രീ സ്റ്റാലിൻ ദേവൻ ഇവിടെ